ലിപ് ലോക്ക് ആയിരുന്നാലും ബിക്കിനി ഇട്ടിട്ട് ചുറ്റാനായിരുന്നാലും എടുത്തുയർത്താനായിരുന്നാലും പ്രതീക്ഷ ആണെങ്കിൽ അവൾ ഓക്കെയാണ്. ഞാൻ എന്തായാലും എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ, എനിക്കൊരു കുഴപ്പമില്ല. ഈ സ്ത്രീ പറഞ്ഞതുപോലെ അവരുടെ ചേച്ചിയുടെ ഭർത്താവിനെ വെച്ച് ഞാൻ അവിഹിതം പറഞ്ഞു എന്നാ പറയുന്നത്. എപ്പോ വാളെടുത്തവൻ വാളാൽ അവിടെ ഇങ്ങോട്ട് വന്ന് തിരിച്ചങ്ങോട്ട് അടിച്ചപ്പോ അത് നൊന്തു കൊണ്ടു. പാവം ദൈവത്തിന്റെ ഓരോരോ കളികളെ. ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് സത്യം. ഇന്ത്യയിലില്ല, ഞാൻ ബഹ്റൈനില്ല. നമുക്ക് പ്ലാൻ ചെയ്യാം. ആൽബം അല്ലേ, പ്ലാൻ ചെയ്തോളൂ. നമുക്ക് നാളെ പ്രതീക്ഷനെ ആക്കിയല്ലോ. പ്രതീക്ഷ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയാമായിരുന്നില്ലേടി ഏറണം കെട്ടവളെ. പ്രതീക്ഷ ഇല്ലാതെ ഒരു ചിന്തയില്ല. ലിപ് ലോക്ക് ആയിരുന്നാലും ബിക്കിനി ഇട്ടിട്ട് ചുറ്റാനായിരുന്നാലും എടുത്തുയർത്താനായിരുന്നാലും പ്രതീക്ഷ ആണെങ്കിൽ അവൾ ഓക്കെയാണ്. ഇങ്ങോട്ട് അടിക്കുമ്പോ തിരിച്ച് കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ച് അങ്ങോട്ട് ഡബിൾ ബാരൽ അടി അങ്ങോട്ട് തരും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. കേട്ടല്ലോ, ദാസന്റെ കുടുംബം കലക്കി, ഇനി പ്രതീക്ഷിച്ചത് കലക്കണം. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. കുടുംബം കലക്കുന്നത് ആരാണെന്ന് വ്യക്തല്ലേ? കുടുംബം കലക്കുന്ന സ്ത്രീയുടെ നാക്കാണ് നിങ്ങൾ ഈ കേട്ടത്. എന്റെ തൃപ്രയാറപ്പാ, പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ജന്മം. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഇത്രയും വലിയൊരു സംഭവം അവിടെ നടന്നിട്ട് എന്തുകൊണ്ട് അവൾ പോലീസിനെ വിളിച്ചില്ല? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഇത്രയും ഫെയിമിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കയറി പിടിക്കാനുള്ള ആംബിയർ അയാൾ കാണിക്കുമോ? കാണിച്ചാൽ അയാൾക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അയാൾക്ക് നല്ല ബോധ്യമില്ലേ? പേയ്മെന്റ് തന്നത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ റിസോർട്ട്, അദ്ദേഹത്തിന്റെ ഫുഡ്. അത് നീ കഴിക്കുന്നതിൽ കുഴപ്പമില്ല, നിന്റെ കൂടെ വന്ന അസിസ്റ്റന്റ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല, നിന്റെ പേരൻസ് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. പുറത്തുള്ള 6 7 പേരോ 8 പേര് അവിടെ വന്ന് താമസിക്കുക മാത്രമല്ല, അതിലൊരു താടിക്കാരനൊപ്പം നിനക്ക് ഒരു ബെഡ്റൂം തനിയെ വേണമെന്ന് നീ പറഞ്ഞില്ലേ? അവിടെ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് നിന്റെ ഒപ്പം നീ പറഞ്ഞില്ല. നിനക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, അവിടെ നിൽക്കാം. നിനക്കത് പറ്റൂല. നിനക്ക് റിസോർട്ടിൽ തന്നെ റൂം വേണം, അതും അതിലൊരുത്തന്റെ കൂടെ തന്നെ വേണം എന്ന് പറയുമ്പോ മോളെ നീ എന്താ വിചാരിച്ചേ? നിന്റെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവൾക്കെതിരെ സംസാരിക്കുന്നവരെല്ലാം അവളെ ടാർഗറ്റ് ചെയ്യുകയും എല്ലാവരും വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ആൺ പെൺ വ്യത്യാസമില്ല സർവത്ര പേരെയും തീർത്ത് കളയുമെന്ന് അവള് പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ പബ്ലിഷ് ചെയ്യാന്നേ വരും ദിവസങ്ങളിൽ. മകനെ, മുൻകോപവും എടുത്തുചാട്ടവും നന്നല്ല. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാൻ പഠിക്കൂ. മൂക്കത്താണല്ലോ കുണ്ടി.